3 വർഷക്കാലമായി ലോകത്തെ മുൾമുനയിൽ നിർത്തിയ റഷ്യ ഉക്രൈൻ യുദ്ധം ഇതാ അവസാനിക്കാൻ പോകുന്നു. ഉക്രൈനുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് റഷ്യ സന്നദ്ധത അറിയിച്ചിരിക്കുന്നു. അവസരവാദികളായ അമേരിക്ക ഉടൻ തന്നെ പുത്തിൻ്റെ ഈ മനംമാറ്റം അവരുടെ ക്രെഡിറ്റാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു തുടങ്ങും. എന്നാൽ അമേരിക്കയെ ഒരിക്കൽ സംശയിച്ച അതേ പുത്തിൻ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്തായിരിക്കും? നമുക്ക് പരിശോധിക്കാം ആരാണ് പുത്തിൻ്റെ മനം മാറ്റിയത് എന്ന കാര്യം. ഈ അവസരവും അമേരിക്ക മുതലെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തണേ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒടുവിൽ ഇതാ പുത്തിൻ തയ്യാറായിരിക്കുന്നു. 3 വർഷമായി തുടർന്നു പോരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യയുടെ ഭാഗത്തു നിന്നും നിർണായക നീക്കം നടക്കുകയാണ്. കഴിഞ്ഞ 3 വർഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഉക്രൈന് ഇനി സമാധാനിക്കാം. അമേരിക്കയുടെ വാക്കും കേട്ട് റഷ്യയോട് പോയി യുദ്ധം ചെയ്യുക. എന്നിട്ട് ചോരയും നീരും വറ്റിപ്പോയ ഉക്രൈന്റെ പ്രാണനെ നിങ്ങൾ അമേരിക്കയുടെ കാൽ കീഴിൽ പണയം വെക്കുകയും ചെയ്തു. ചിലപ്പോൾ പണ്ടത്തെ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി നിന്ന രാജ്യത്തിന്റെ പരിതാപ അവസ്ഥ കണ്ടാകണം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു മനംമാറ്റം സംഭവിച്ചത് എന്ന് തോന്നുന്നു. എന്തായാലും പുത്തിൻ പച്ചക്കൊടി കാണിച്ചതോടെ കാര്യങ്ങളെല്ലാം ശരിയാകുമെന്ന കാര്യം തീർപ്പായി തുടങ്ങി. എന്നാൽ പുത്തിന്റെ ഈ തീരുമാനം സ്വന്തം പോക്കറ്റിലാക്കാൻ വേണ്ടി അമേരിക്ക ചാടിയെത്തുമെന്ന കാര്യവും ഏകദേശം ഉറപ്പാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ച് ഇത് അവരുടെ വിജയമാണെന്ന് ഉറപ്പാക്കുകയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത്ര നാളും യുദ്ധം നടത്തിയതും നിങ്ങൾ തന്നെ, ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നതും നിങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ പിന്തുടരുന്ന അമേരിക്കൻ നയം. അതായത് ജോ ബൈഡന്റെ ഭരണകാലത്താണ് റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിക്കുന്നത് പോലും. അന്ന് റഷ്യൻ അധിനിവേശത്തെ യുദ്ധമാക്കി മാറ്റുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയവരാണ് അമേരിക്ക എന്നുകൂടി ഇവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. എന്നാൽ ട്രംപ് വന്നതോടെ യുദ്ധത്തിൽ നിന്ന് അമേരിക്ക നൈസായി പിൻവലിഞ്ഞു. മാത്രവുമല്ല എല്ലാ പഴിയും ഉക്രൈന്റെ മാത്രം തലയിലേക്കിട്ട് റഷ്യയോടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനുള്ള അവസരമായിട്ടാണ് അമേരിക്ക ഈ ഒരു വിഷയത്തെ നോക്കിക്കണ്ടത്. എന്തായാലും അമേരിക്കയോടുള്ള സ്നേഹം കൊണ്ടോ അമേരിക്ക ഇപ്പോൾ കാണിക്കുന്ന വിധേയത്വം കണ്ടോ മാത്രമാണ് റഷ്യ ഇതിന് തയ്യാറായതെന്ന് കരുതാൻ നമുക്ക് കഴിയില്ല. കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഇതേ ആവശ്യവുമായി അമേരിക്ക റഷ്യയെ സമീപിച്ചുവെങ്കിലും അമേരിക്കയുടെ കുതന്ത്രമാണോ ഇതെന്ന സംശയം റഷ്യ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് അമേരിക്ക എന്ന കാര്യം റഷ്യക്ക് വ്യക്തമായിട്ടറിയാം. അതിന് അധികകാലം പിന്നോട്ട് പോകേണ്ടതില്ലല്ലോ. അമേരിക്ക നൽകിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് റഷ്യക്കെതിരെ ഉക്രൈൻ ഒരിക്കൽ ആഞ്ഞടിച്ചത് പോലും. പക്ഷേ ഇതിനെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കാനും അതിനെ വെടിവെച്ചിടാനും തക്ക ആയുധബലം റഷ്യക്കുള്ളത് കൊണ്ട് തന്നെ റഷ്യക്ക് ഇവിടെ നാണക്കേടുണ്ടായില്ല. വെടിനിർത്തൽ കരാറിന്റെ മറവിൽ ഉക്രൈന് അമേരിക്ക വീണ്ടും ആയുധങ്ങൾ നൽകുമോ എന്ന ഭയമായിരുന്നു റഷ്യക്കുണ്ടായിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ റഷ്യക്ക് അമേരിക്കയുടെ സ്വഭാവം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും അറിയാം. എന്തായാലും ഈസ്റ്റർ ദിനത്തിന് പിന്നാലെ ഇങ്ങനെ ഒരു നീക്കം റഷ്യയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നത് നമുക്ക് സന്തോഷകരം തന്നെയാണ്. കാരണം യുദ്ധം ഒന്നിനും ഒരു സമാധാനം കുറിക്കലല്ല എന്ന കാര്യം നമുക്ക് വ്യക്തമാണല്ലോ. എന്തിന്റെ പേരിലും യുദ്ധം ചെയ്യരുതെന്ന് തന്നെയാണ് സാമൂഹിക ജീവി എന്ന രീതിയിൽ ഒരു മനുഷ്യൻ എടുക്കേണ്ട ഏക തീരുമാനം. പക്ഷേ യുദ്ധക്കൊതിയന്മാരായ അമേരിക്കയ്ക്ക് യുദ്ധം ഒരു ലഹരി തന്നെയാണ്. കാരണം യുദ്ധം ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ലോകത്ത് യുദ്ധം നടക്കുമ്പോഴാണ് അവരുടെ ആയുധ കച്ചവടം കാര്യമായി നടക്കുന്നത്. അമേരിക്കയുടെ ഇത്തരം സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തെയും നീട്ടിക്കൊണ്ടുപോയത്. എന്തായാലും ഈ വിഷയത്തിലെ റഷ്യയുടെ നിലപാട് എന്താണെന്ന് നോക്കാം. ഉക്രൈനുമായി സമാധാന ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുത്തിൻ അറിയിച്ചു കഴിഞ്ഞു. വർഷങ്ങൾക്കിപ്പുറം ഇതാദ്യമായിട്ടാണ് പുത്തിന്റെ ഭാഗത്തുനിന്ന് സമാധാന ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടമാക്കുന്നത്. ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈസ്റ്ററിനോടനുബന്ധിച്ച് 30 മണിക്കൂർ നീണ്ടുനിന്ന വെടിനിർത്തലിനു ശേഷമാണ് റഷ്യയുടെ ഭാഗത്തുനിന്ന് അപ്രതീക്ഷിത പ്രഖ്യാപനമുണ്ടാകുന്നത്. അതേസമയം ഈസ്റ്റർ വെടിനിർത്തലിനു ശേഷം ഉക്രൈനിലെ ആക്രമണം പുനരാരംഭിച്ചതായും പുത്തിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസിയായ ഇൻട്രാഫാക്സ് റിപ്പോർട്ട് ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സമാധാനപരമായ ഒത്തുതീർപ്പിനുള്ള ഏത് ശ്രമങ്ങളെയും റഷ്യ സ്വാഗതം ചെയ്യുന്നുവെന്നും ഉക്രൈനിൽ നിന്നും അത് പ്രതീക്ഷിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് പുത്തിൻ പറഞ്ഞു. ഒത്തുതീർപ്പ് ശ്രമങ്ങളുടെ ഭാഗമായി തങ്ങൾ അമേരിക്കൻ പക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും തീർച്ചയായും അത് ഫലം കാണുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പുത്തിൻ കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്: അമേരിക്കയുടെ സമ്മർദ്ദ ഫലമായിട്ടാണ് പുത്തിൻ സമാധാന ചർച്ചകൾക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പടച്ചുവിടുന്നത് അമേരിക്കൻ മാധ്യമങ്ങളാണ് എന്നത് ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ മധ്യസ്ഥതയിലാണ് സമാധാന ചർച്ചകൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടില്ലെങ്കിൽ തങ്ങൾ സമാധാന ശ്രമങ്ങളിൽ നിന്ന് പിന്മാറുമെന്ന് കഴിഞ്ഞ ആഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിച്ച് ഉക്രൈനിലെ ധാതു സമ്പത്ത് സ്വന്തമാക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം പോലും.
എന്നാൽ ഈ പ്രസ്താവനയ്ക്ക് ശേഷം ഞായറാഴ്ച കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ട്രംപ് രംഗത്തെത്തിയത്. ഇരുപക്ഷവും ഈ ആഴ്ച ഒരു കരാറിലെത്തുമെന്ന് ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളുമായും ചർച്ച നടത്താൻ അടുത്ത ദിവസം ഉക്രൈൻ ഒരു പ്രതിനിധി സംഘത്തെ ലണ്ടനിലേക്ക് അയക്കുമെന്ന് പ്രസിഡന്റ് സെലൻസ്കി സ്ഥിരീകരിച്ചു. ഉക്രൈൻ, UK, ഫ്രാൻസ്, US എന്നീ രാജ്യങ്ങൾ ശാശ്വതമായ സമാധാനം കൈവരിക്കുന്നതിനായുള്ള ക്രിയാത്മക ചർച്ചകളുമായി മുന്നോട്ടു പോകുകയാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായും ചർച്ചകൾ നടത്തിയെന്ന് സെലൻസ്കി അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞയാഴ്ച പാരീസിൽ നടന്ന ഒരു യോഗത്തിന്റെ തുടർച്ചയായാണ് ലണ്ടനിലെ ചർച്ചകൾ. പാരീസിലെ യോഗത്തിൽ US-ഉം യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്തത്. അതായത് ഈ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ റഷ്യ മറ്റൊരു യുദ്ധത്തിന് തയ്യാറാകുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ഭീതിയുമുണ്ട്. അതേസമയം വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചതായി റഷ്യയും ഉക്രൈനും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പുതിൻ അവകാശപ്പെടുന്ന എല്ലാ ഭൂമിയും ഉക്രൈൻ വിട്ടുകൊടുക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ നിന്ന് റഷ്യ ഇതുവരെ പിന്മാറിയിട്ടുമില്ല. റഷ്യയുടെ പ്രീതി പിടിച്ചുപറ്റാൻ അമേരിക്ക ഇതിന് തയ്യാറാകുമെന്ന കാര്യങ്ങളും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. കാരണം റഷ്യയെ സംബന്ധിച്ച്, അതായത് 3 വർഷം നീണ്ടുനിന്ന ഈ യുദ്ധം തടിക്ക് കേടുപാടുകളൊന്നും പറ്റിച്ചിട്ടില്ല. ഇതൊരു അധിനിവേശമായിട്ട് മാത്രമാണ് റഷ്യ നോക്കിക്കാണുന്നത് പോലും. ഉക്രൈന്റെ നാറ്റോ മോഹത്തിന് റഷ്യയുടെ പണി മാത്രമായിരുന്നു ഈ സൈനിക നടപടി എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിന്റെ നിലപാട് പോലും. എന്നാൽ കഴിഞ്ഞ 3 വർഷക്കാലം ലോകം കണ്ടത് റഷ്യയുടെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാകുന്നുവെന്ന് എത്ര പേർക്കറിയാം? അതിനെക്കുറിച്ച് എത്ര ആളുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്? ആയുധപ്പുരയിൽ ശേഖരിച്ച ആയുധങ്ങൾ മൂർച്ച നോക്കാനുള്ള ഒരു അവസരമായിട്ട് മാത്രമാണ് റഷ്യ ഈ യുദ്ധത്തെ നോക്കിക്കണ്ടത്. ആവനാഴിയിൽ സൂക്ഷിച്ചു വെച്ച വജ്രായുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. പുതിന്റെ മനസ്സിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്ന കാര്യം. ഇന്ന് അമേരിക്കയെ പോലും വെല്ലുന്ന വലിയ ശക്തിയാണ് റഷ്യ എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. സോവിയറ്റ് യുഗാന്തത്തിന് ശേഷവും ആ പ്രതാപകാലം തിരികെ എത്തിക്കാൻ ശ്രമിക്കുന്ന പുതിന്റെ അധികാര പരിധിയിലേക്കുള്ള അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയുടെ ഇടപെടലാണ് എല്ലാത്തിന്റെയും മൂലകാരണം. ഉക്രൈനിൽ റഷ്യ ആക്രമണം നടത്തിയത് അത് ഉക്രൈൻകാർക്ക് മാത്രമുള്ളതായിരുന്നില്ല, മറിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾക്കുള്ള താക്കീത് കൂടിയാണത്. ഇക്കാര്യം മനസ്സിലാക്കി തന്നെയാണ് നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും തുടക്കം മുതൽ പ്രതികരിച്ചത്. അവരുടെ ഭയം തങ്ങളുടെ രാജ്യങ്ങളെയും റഷ്യ ടാർഗറ്റ് ചെയ്യുമെന്ന് തന്നെയാണ്. റഷ്യയെ പഴയ സോവിയറ്റ് യൂണിയന്റെ രൂപത്തിലേക്ക് കൊണ്ടുവരിക എന്ന വ്ളാഡിമിർ പുതിന്റെ ആഗ്രഹം യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ച് ഉയർത്തുന്നത് വലിയ വെല്ലുവിളിയാണ്. ഇത്തരമൊരു ആഗ്രഹം പുതിൻ ഉണ്ടാകാനുള്ള കാരണവും നാറ്റോ തന്നെയാണെന്നതുകൂടി ഞാനിവിടെ എടുത്തു പറയുന്നു. സോവിയറ്റ് യൂണിയൻ പല രാജ്യങ്ങളായി വിഭജിക്കപ്പെട്ടപ്പോൾ റഷ്യയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ ഈ വിഭജിച്ചു പോയ രാജ്യങ്ങളെ നാറ്റോയിൽ ഉൾപ്പെടുത്തരുതെന്ന ഒരു കരാർ റഷ്യ അമേരിക്കയുമായിട്ട് ഉണ്ടായിരുന്നു. ഈ ധാരണ തെറ്റിച്ചുകൊണ്ടാണ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന നിരവധി രാജ്യങ്ങളെ അമേരിക്ക മുൻകൈയെടുത്ത് നാറ്റോയിൽ ഉൾപ്പെടുത്തിയത്. സോവിയറ്റ് റഷ്യയിൽ നിന്നും പിൻവലിഞ്ഞുവെങ്കിലും റഷ്യയോട് ആഭിമുഖ്യമുള്ള രാജ്യങ്ങളെ സഹായ വാഗ്ദാനം ചെയ്ത്, പ്രത്യേകിച്ച് എടുത്തു പറയണം, ധനസഹായം നൽകി വിധേയപ്പെടുത്തി നാറ്റോയിൽ എത്തിക്കുക എന്ന അമേരിക്കൻ കുടിലത വർഷങ്ങളായി റഷ്യ സഹിച്ചിട്ടുണ്ട്. അതാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിലേക്കും അതുപോലെ തന്നെ നാറ്റോ റഷ്യ സംഘർഷത്തിനുമൊക്കെ വഴിമരുന്നിട്ടത്. ഇന്നും സംഘർഷമൊഴിയാത്ത റഷ്യ ഉക്രൈൻ ഭൂമികയിലേക്ക് നോക്കുമ്പോൾ ചരിത്രം അവിടെ വിള്ളൽ വീഴ്ത്തിയത് നമുക്ക് കാണാവുന്നതാണ്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വൈരാഗ്യം സങ്കീർണമായ ചരിത്ര, രാഷ്ട്രീയ, സാംസ്കാരിക ബന്ധങ്ങളിൽ വേരൂന്നിയതാണ്. 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഉക്രൈൻ സ്വാതന്ത്ര്യം നേടുന്നു. പക്ഷേ റഷ്യ ഉക്രൈനെ അതിന്റെ സ്വാധീന മേഖലയുടെ ഭാഗമായി തന്നെ കാണുകയായിരുന്നു. ഉക്രൈന്റെ യൂറോപ്യൻ അനുകൂല രാഷ്ട്രീയ നിലപാടുകൾ 2014 റഷ്യ ക്രിമിയയെ പിടിച്ചടക്കിയപ്പോൾ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് കിഴക്കൻ ഉക്രൈനിൽ സായുധ സംഘടനത്തിലേക്ക് പോലും നയിച്ചു. റഷ്യ വിഘടനവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുകയും ഉക്രൈനെതിരെയുള്ള ഒരു സ്വഭാവം അവിടെ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. നാറ്റോ രാജ്യങ്ങളുടെ കൂട്ടത്തിലേക്ക് ഉക്രൈൻ എത്തുന്നു എന്ന വാർത്ത റഷ്യയെ പ്രകോപിപ്പിച്ചു. 2022 റഷ്യ ഉക്രൈനിൽ പൂർണ്ണമായ തോതിലുള്ള അധിനിവേശം ആരംഭിച്ചതോടെ വൈരാഗ്യം അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി. ഇത് ഒരു വലിയ മാനുഷിക പ്രതിസന്ധിക്കും വ്യാപകമായ അന്താരാഷ്ട്ര അപലപനത്തിനും കാരണമായി. റഷ്യയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള വിശാലമായ ഭൗമരാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പ്രതീകമായി ഈ സംഘർഷം ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞു. ഉക്രൈൻ അതിന്റെ പരമാധികാരം ഊട്ടിയുറപ്പിക്കാനും യൂറോപ്പുമായി കൂടുതൽ അടുത്ത് യോജിച്ച് പ്രവർത്തിക്കാനും ശ്രമിച്ചു വരുന്നു. കഴിഞ്ഞ 3 വർഷമായി യൂറോപ്പിനെ ആകെ അലട്ടിയ ഈ പ്രശ്നത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും യുദ്ധം അവസാനിക്കുന്നു എന്നത് നമുക്ക് ഏറെ സന്തോഷകരമാണ്. പക്ഷേ ഈ അവസരവും അമേരിക്ക മുതലെടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് ഉറപ്പാണ് അത് അമേരിക്ക ചെയ്തിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ യുദ്ധം, റഷ്യ ഉക്രൈൻ യുദ്ധം ഉടനെ തന്നെ അവസാനിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്താം. ഈ അറിവുകളൊന്ന് ഷെയർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.